മാനാസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അവൻ്റെ ഭാര്യ അവനെ ചതിച്ചുവെന്നും അവൻ്റെ ഭാര്യയെ വേറൊരുത്തൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അവൻ്റെ ആ സ്റ്റോറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഇവനിങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വാർത്ത കൊടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിവിടെ വെക്കാം, നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരാം. അപ്പോൾ അന്നും ഇതേപോലൊരു സ്റ്റോറി അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇവർ രണ്ടുപേരും പിരിയാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഇവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ടിട്ട് ചില സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് പറയുന്നത്, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങളിതാ വീഡിയോ കണ്ടതുപോലെ തന്നെ കാദർ കരിപ്പൊടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെഹനാസ് സഫ അവർ വേർപിരിഞ്ഞു എന്നുള്ളൊരു സ്റ്റോറി മെഹനാസ് ഇട്ടിട്ടുണ്ട് എന്നാണ് പറയണത്. ഇതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പും ഇതേപോലെ ഒരു 8-10 മാസമായി തോന്നുന്നു. അപ്പോഴും ഇങ്ങനെ മെഹനാസ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ഒന്നിച്ചു, പിന്നെ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ്. കാദർ കരിപ്പൊടിയാണ് റിഫാൻ്റെ ഇതും മൊത്തം പുറത്ത് കൊണ്ടുവന്നതും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റോറി ഇട്ടപ്പോഴും കാദർ കരിപ്പൊടിയാണ് ഇത് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ഇങ്ങനെ അവർ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ മെഹനാസ് തന്നെ വീഡിയോയിലും പറയുന്നുണ്ട്, വീഡിയോയിലും പറയുന്നുണ്ട്. അതുപോലെ മെഹനാസ് അത്യാവശ്യം നല്ലതുപോലെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആളാണ്. അതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ സഫ ഇവൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. റിഫാനെ കൊന്നതും ആണെന്നുള്ളതും അറിയാം. അതുപോലെ റിഫാനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഈ പെണ്ണ് ഒരുപാട്, ഈ പെണ്ണ് എന്ന് തന്നെ പറയണം, ഈ സഫ എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയ ആ ഒരു കൊച്ചിനെ പോലും വെറുതെ വിടാതെ റിഫാനെ പലതരം ഇതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, റിഫയല്ല സഫാനെ ജീവിക്കാൻ സമ്മതിക്കാത്തത്, ഈ മെഹനാസ് ഒരുത്തൻ തന്നെയാണ് നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്. അവൻ്റെ ഈ ഇതെല്ലാം കണ്ടിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സഫ എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത്തെ വിവാഹമാണ്. ഫസ്റ്റത്തെ വിവാഹം എറണാകുളത്ത് എവിടെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, അതിന് രണ്ടാമത്തെ വിവാഹമാണ്. അപ്പം ഒരു മോനുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇവൻ ഇങ്ങനത്തെയൊക്കെ ആളാണെന്ന് അറിഞ്ഞിട്ടും ആളുകൾ പറയുന്നത് എന്താണ്, റിഫ മരിക്കുന്നതിന് മുമ്പ് ഇവളുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം അറിഞ്ഞത് കൊണ്ടൊക്കെയാണ് റിഫ സഫ എന്നുള്ള പേര് ഒരേ ഒരു ഇതായതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട. റിഫ മരിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും മെഹനു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത്. ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഗൈസ്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളിനി യൂട്യൂബിൽ. എത്ര കാലോടെ നീ ഇങ്ങനെ കള പറഞ്ഞിട്ട് പോലെ, ഈ ചെക്കൻ്റെ ഒക്കെ ആര് പോയാലും 8ൻ്റെ പണി കിട്ടും കേട്ടോ. അപ്പം എന്താണ് മെഹനാസ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അവൻ പറയുവാണ്, എൻ്റെ ഭാര്യ പോയിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ വന്നിട്ട് ഇടാമെന്ന്. അപ്പോൾ എനിക്ക് മെഹനാസിനോട് ചോദിക്കാനുള്ളത്, നിനക്ക് നാണമില്ല ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയാൻ? ഇതിപ്പോൾ കുറച്ച് പുള്ളിക്കാരനക്ക് റീച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ റീച്ച് കുറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ വേറൊരു പുതിയൊരു കഥയായിട്ട് വന്നിരിക്കുകയാണെന്നൊന്നും അറിയില്ല. യഥാർത്ഥത്തിൽ പോയി എന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഭാര്യ വേറെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി റീച്ച് കുറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഒരു നാടകമായിട്ട് വന്നിരിക്കണമെന്നൊന്നും അറിയില്ല. ഇവരുടെ ജീവിതത്തിൽ ഫുള്ള് പ്രശ്നങ്ങളാണ് തന്നെ കാദർ കരിപ്പൊടി പല വീഡിയോസിലും പറയുന്നുണ്ട്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഡ്രഗ്സും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം, സമാധാനം, സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണ് വന്നതും ഈ പെണ്ണ് ഇപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്നതും. അപ്പോൾ രണ്ടാമതൊരു ഇതായതുകൊണ്ട് മാത്രമാണ് ഈ പെണ്ണ് ഈ കാര്യങ്ങളൊന്നും പബ്ലിക്കിന് മുമ്പിൽ കൂടുതലായിട്ട് പറയാത്തത്. അതുപോലെ തന്നെ എല്ലാ കുറ്റങ്ങളും റിഫാൻ്റെ തലയിൽ വെച്ചുകൊണ്ടാണ്, മരിച്ചുപോയ ഒരു പെണ്ണിൻ്റെ മേലിൽ വെച്ചുകൊണ്ടാണ് ഈ പെണ്ണ് പല വീഡിയോകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അവളുടെ ഇപ്പോൾ ഇവളൊരു ഡ്രസ്സ് ഇടുവാണെങ്കിൽ അവളുടെ ഡ്രസ്സാണോ എന്നൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോയ അവിടെയും പണ്ടാരം സമാധാനം തരില്ല, സ്വസ്ഥത തരില്ല എന്നുള്ള പറഞ്ഞിട്ടൊക്കെ ഉള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവളെ ഒരുപാട് പേര് കുറ്റം പറയുന്നതും കണ്ടിട്ടുണ്ട്. റിഫ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രത്തോളം അനുഭവിച്ചിട്ടാണ് ആ പുള്ളി അത്രയും മെഹനാസിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ പുള്ളിക്കാരിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടായിരിക്കും ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഒരു കുഞ്ഞുണ്ടെന്ന് പോലും ആലോചിക്കാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതൊന്നും ആലോചിക്കാതെയാണ് ഈ പെണ്ണ് ഇവൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇവനുമായിട്ട് കല്യാണം കഴിച്ചതും ഇപ്പോൾ അതിലും ഒരു ആൺകൊച്ചായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഉറപ്പിക്കാൻ
എന്ന് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. ഈ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വീഡിയോയ്ക്ക് തന്നെ സമാനമായിട്ട് തന്നെ ഫസ്ന മറ്റേ തൊപ്പിയുടെ ഒരു കാമുകി ഉണ്ടായിരുന്നല്ലോ, ഫർസാന എന്നാണ് എനിക്ക് പേര് പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. ഫർസാന എന്ന് എന്തോ ആണ്. ആ പെൺകുട്ടിയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളും പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ഒളിച്ചോട്ടം ഉറപ്പിക്കാൻ എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും അവളുടെ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കൂ. കുറെ പേര് മെഹനാസിന്റെ സ്റ്റോറി അയച്ചു വന്നായിരുന്നു. സ്റ്റോറി അയച്ചിട്ട് ഷിബിലി മെഹനാസിന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി സഫേന്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നു. സഫ കുറെ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പൊ സപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെ ബാക്കിൽ കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എനിക്കതൊന്നും പറയാനില്ല. എനിക്കത് പണ്ടോട്ടെ ശീലം. അതിനല്ല എനിക്ക് വിഷമം. മെഹനാസ് ഈ സംഭവം രാവിലെ വിളിച്ച് പറഞ്ഞു കുറെ കരഞ്ഞായിരുന്നു. അപ്പം ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ്. പോട്ടെ അല്ലയോ സാരമില്ല. അപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഇതിൽ ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഇവൻ കല്യാണം കഴിഞ്ഞവര് കുട്ടിയുണ്ട് എന്നൊന്നും നോക്കത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. കിട്ടുന്നതെല്ലാം ഓക്കെയാണ്. ഈ പെൺകുട്ടി പറഞ്ഞത് കേട്ടല്ലോ. ഇവളിനെ തൊപ്പി സ്നേഹിച്ചതിന് ശേഷം വേറെ ഒരുത്തൻ പ്രേമിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവൻ്റെ കൂടെയാണ് ഒളിച്ചോടിയിരിക്കുന്നതെന്നാണ് പറയണത്. അവൻ എന്താ പറയുക, ഒന്നും നോക്കില്ല, പക്ക ക്രിമിനലാണ്. പെൺകുട്ടികളുടെ കുട്ടികളുള്ളതാണോ ഒന്നും നോക്കില്ല. പെണ്ണിനെ മാത്രം കിട്ടിയാൽ മതി, അവൻ്റെ കാര്യം നേടാൻ പെണ്ണിനെ മാത്രം കിട്ടിയാൽ മതി എന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. ഫർസാന എന്നെന്തോടെ പേര്. അപ്പോൾ തൊപ്പിയുടെ കാമുകിയായിരുന്നു നേരത്തെ. അവനുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ട് പിണങ്ങി. പിന്നെ ഈ പുള്ളിക്കാരി ഇവനുമായിട്ട് എൻഗേജ്മെൻ്റ് എന്തൊക്കെ കഴിഞ്ഞ് പിന്നെ അത് പ്രശ്നങ്ങളൊക്കെ ആയതൊക്കെയാണ്. അപ്പോൾ ഈ ഒരുത്തൻ്റെ കൂടെയാണ്, അവൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അവൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി പോയി എന്നാണ് പറയുന്നത്. തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കണം. നമുക്ക് പല രീതിയിലുള്ള നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും പല ഇതിലും നമ്മളെ ഇതാക്കാൻ വേണ്ടി വരും. അതുപോലെ തന്നെ ഈ റീലും ഇതും ഒന്നും കണ്ടിട്ട്, വീഡിയോസുകളും റീലൊന്നും കണ്ടിട്ട് അതൊന്നും യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. റീലൊന്നും റിയൽ അല്ല. ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട്, നമ്മുടെ ഭർത്താക്കന്മാരോട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ടുള്ള ജീവിതം നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതും പറഞ്ഞ് അതെല്ലാം സഹിച്ച് ജീവിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണ് ഭർത്താവിൻ്റെ പോരായ്മകൾ പറ്റുന്നില്ല എങ്കിൽ ഡിവോഴ്സ് നേടി പോവുക. അപ്പം അത് ഭർത്താവ് ഇരിക്കെ തന്നെ ഭർത്താവിൽ നിന്ന് സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കാമുകനെ ഉണ്ടാക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും ഒരു കാമുകനെ ഉണ്ടാക്കുകയും ഭർത്താവ് ഇരിക്കെ തന്നെ ആ കാമുകനായിട്ട് പല രീതിയിലുള്ള സംഭാഷണങ്ങളും ഇതൊക്കെ നടക്കുകയും ചെയ്തിട്ട് സുഖം കണ്ടെത്തുകയും ചെയ്യുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ തകർക്കാൻ വേണ്ടി മാത്രമാണ് അവർ ആ ഒരു ഇതുമായിട്ട് മുന്നോട്ട് വരുന്നത്. പല രീതിയിൽ നമ്മളെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കും, പല മോഹന വാഗ്ദാനങ്ങളും പറയും, നമ്മളെ പല രീതിയിലും അവർ കീഴ്പ്പെടുത്താനും ഇതിന് നോക്കും. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ശരീരം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒരുപോലെ എന്നല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു 100-ൽ 90% അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് എന്താ പറയുക, ഓരോ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളെ ഹായ് ബായ് എന്ന് പറയും, പിന്നെ അവരുടെ സംസാരം വേറെ രീതിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു ചതിക്കുഴിയിലൊന്നും പെടാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി പക്ക ക്രിമിനലാണ്. ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു വ്യക്തിയാണ്. അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാതർ കോഴിപ്പൊടിയാണ് പുറത്ത് കൊണ്ടുവന്നതും ഇതെല്ലാം ചെയ്തതും എല്ലാം. എന്നിട്ടും മെഹനാസ് ജയിലിലൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പുറത്തിറങ്ങി, പുള്ളിക്കാരൻ പ്രേരണ കുറ്റമല്ലുള്ളൂ. അതപ്പോൾ അതിൽ യാതൊരു ഇതുമില്ലല്ലോ. കുറച്ചു കാലം ഇതിൽ കിടന്നു. പിന്നെ സഫ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു. അതിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ആയിരിക്കും ചിലപ്പോൾ ആ പെൺകുട്ടി പോയത്. അതിലൊരു കൊച്ചും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം ഇങ്ങനെയുള്ള ഒരു ഇതാണ് കാണുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന ഒരു ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയ തുറക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാണ്. നമ്മൾ പെൺമക്കളെയൊക്കെ വളർത്തുമ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. എന്തായാലും ഈ ഒരു ചതിക്കുഴിയിൽ ആരും പെടാതിരിക്കുക. ഒരു പെൺകുട്ടിയും ഒരുപാട് ചതിക്കുഴിയിൽ പെട്ടതാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ഇതിലും ആരും പെടാതിരിക്കുക, അങ്ങനെ പലതും പറഞ്ഞിട്ട് ആളുകൾ വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇങ്ങനെയുള്ളതിലൊന്നും പെടാതിരിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.